കർണാടകത്തിൽ JDSന് BJP കൊടുത്തത് മുട്ടൻ പണി. ഒടുവിൽ വന്നൊട്ടിയ JDSനെ 7 ഏലത്ത് അടുപ്പിക്കുന്നില്ല BJPയുമായി സഖ്യമുണ്ടാക്കിയ JDS ഇപ്പോൾ തൃശങ്ക് സ്വർഗത്തിലായി. കക്ഷത്തിലിരുന്നതും പോയി, ഉത്തരത്തിലിരുന്നത് എടുക്കാനും പറ്റിയില്ലെന്ന സ്ഥിതിയായി. ഈ കൂട്ടുകെട്ടോടെ തകർന്ന തരിപ്പണമായി ആ പാർട്ടി. ഒട്ടുമിക്ക നേതാക്കളും പ്രവർത്തകരും കൊഴിഞ്ഞുപോയി. ഈ കച്ചവടത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം ആ പാർട്ടിക്കാണ്, ലാഭമോ BJPക്ക്. 2023 വിധാനസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ BJPയും അസ്തിത്വത്തിനായി പിടയുന്ന JDSും ഒത്തുചേർന്ന് രാഷ്ട്രീയ പരീക്ഷണത്തിനൊരുങ്ങിയതാണ് ഇപ്പോൾ. ഹാസൻ മൈസൂർ മേഖലയിൽ JDSന് ശക്തമായ വേരുകളുണ്ടായിരുന്നു ഒരു കാലത്ത്. അപ്പ മക്കൾ കക്ഷി എന്ന ഓമന പേരിൽ അപ്പ ദേവഗൌഡയും മക്കളായ കുമാരസ്വാമിയും രേവണ്ണയും മുഖ്യ നേതാക്കളുമായ JDSൽ കുമാരസ്വാമിയുടെയും രേവണ്ണയുടെയും മക്കളും ഭാര്യയുമൊക്കെ MPയോ MLAയോ MLCയോ ഒക്കെയാണ്. പക്ഷേ 23 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിങ് മേക്കറാവാനുള്ള പരിശ്രമത്തിൽ അമ്പയെ പരാജയപ്പെട്ട് വാലും ചുരുട്ടി മാളത്തിൽ ഒളിച്ചിരിക്കുമ്പോഴാണ് BJP മാടി വിളിച്ചത്. തുല്യദുഃഖിതരായ BJPയുമായി കൂടിച്ചേർന്ന് അസ്തിത്വത്തിനായി പടപൊരുതാൻ ഇറങ്ങിയതാണ് JDS. രണ്ട് പാർട്ടികളും യോജിച്ച് പ്രവർത്തിക്കുന്നതിനായി പാർട്ടി സ്ഥാനാർത്ഥികളെ പരസ്പരം കൈമാറി സഹപാർട്ടിയുടെ ചിഹ്നങ്ങളിൽ മത്സരിപ്പിക്കാനും തീരുമാനമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവഗൌഡയുടെ മകളുടെ ഭർത്താവായ ബാംഗ്ലൂർ ജയദേവ കാർഡിയോളജി ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ ഡോക്ടർ ചാലേനഹള്ളി നഞ്ചപ്പ മഞ്ജുനാഥ് താമര ചിഹ്നത്തിൽ, അതായത് BJP ചിഹ്നത്തിൽ ബാംഗ്ലൂർ റൂറലിൽ മത്സരിക്കുന്നു. രണ്ട് പാർട്ടികളെയും സമന്വയിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് മറുപാർട്ടിയിലെ ചിഹ്നം സ്വീകരിച്ച് മത്സരിക്കുക എന്ന തന്ത്രം കുമാരസ്വാമി മെനഞ്ഞെടുത്തത്. പക്ഷേ വിചാരിച്ചതുപോലെ ഐക്യം സാധ്യമായില്ല. JDS ചോദിച്ച 3 സീറ്റുകൾ പോലും BJP JDSന് നൽകാൻ തയ്യാറായില്ല. മാണ്ഡ്യയിലെ സിറ്റിംഗ് MPയായ സുമലതയും അവസാന നിമിഷം വരെ BJPയുടെ സ്ഥാനാർത്ഥിയാവാൻ പരിശ്രമിച്ചു നടന്നു. ഒടുവിൽ JDSന് 3 സീറ്റുകൾ നൽകാൻ അമിത്ഷാ സമ്മതം മൂളി. സുമലതയ്ക്ക് ഗവർണർ സ്ഥാനമോ മറ്റോ നൽകി അനുനയിപ്പിച്ച് മാണ്ഡ്യയിൽ കുമാരസ്വാമി സ്ഥാനാർത്ഥിയായി. ഹാസനിലാവട്ടെ രേവണ്ണയുടെ മകനായ പ്രജ്വൽ രേവണ്ണ വീണ്ടും മത്സരിക്കുന്നു. പ്രജ്വലിൻ്റെ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള പ്രകടനത്തിൽ നിന്ന് BJP നേതാക്കൾ മാത്രമല്ല പ്രവർത്തകരുമെല്ലാം വിട്ടുനിന്നു. അപ്പ മക്കൾ കക്ഷി എന്ന മുദ്ര JDSൻ്റെ മേൽ ആഴത്തിൽ പതിയുകയും ചെയ്തു. കാരണം മത്സരിക്കുന്ന 3 പേരും അളിയനും മകനും. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം എത്തിയ കുമാരസ്വാമി മാണ്ഡ്യയിൽ സ്ഥാനാർത്ഥിയായി. BJPയും JDSും നേതൃത്വത്തിൽ സഹവർത്തിത്വം ഉണ്ടെങ്കിലും പരസ്പരം പയറ്റിയ നേതാക്കളും അണികളും മാത്രമല്ല, താഴെത്തട്ടിലും ഇപ്പോഴും അമർഷത്തിലും അതൃപ്തിയിലുമാണ്. എത്രമാത്രം അവർക്ക് ഒരുമിച്ച് പ്രവർത്തിച്ച് സ്ഥാനാർത്ഥികളെ വിജയത്തിലെത്തിക്കാൻ സാധിക്കുമെന്ന ചിന്തയിലാണ് JDS. ഈ അപ്പാമക്കൾ കക്ഷിയിലെ കേരളത്തിലെ സ്ഥിതിയും വളരെ ദയനീയമാണ്. വിരലിലെണ്ണാവുന്ന നേതാക്കൾ മാത്രമാണ് നിലവിലുള്ളത്. നീലനും കൂട്ടരും വിട്ടുപോയി. ആദ്യം നാണുവും കൂട്ടരുമാണ് വിട്ടുപോയത്. ഇപ്പോൾ കൂടെ നിഴൽ പോലുമില്ലാത്ത ചില നേതാക്കളും അണികളും മാത്രമാണുള്ളത്. ഇപ്പോഴും ദേശീയ പാർട്ടിയാണെന്നും ദേശീയ നേതാവാണെന്നും പറഞ്ഞ കുറച്ച് കുണ്ടൂലിക്ക് പക്ഷികൾ മാത്രമുള്ള ഈർക്കൽ കക്ഷിയായി മാറി ഇവിടുത്തെ അപ്പാമക്കൾ കക്ഷിയായ JDS.